12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ-ഇറാൻ സംഘർഷം ഒടുവിൽ അവസാനിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ അംഗീകരിച്ച ഇരുകൂട്ടരും സംഘർഷത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിൽ എന്തെങ്കിലും നേടാനായോ? ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ അവർ കൈവരിച്ചോ? അക്കാര്യമാണ് ഇന്ന് ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. സ്വാഗതം. ജൂൺ 13-ന് ഇറാനിലേക്ക് ഏകപക്ഷീയമായി ആക്രമണം നടത്തിയതിനു പിന്നാലെ 3 ലക്ഷ്യങ്ങളായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഇറാന്റെ ആണവശേഷി നശിപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞു. ഇറാനിലെ ഭരണമാറ്റമായിരുന്നു അടുത്തത്. ഒടുവിലത്തേതായി ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കുമെന്നും. എന്നാൽ അതിലൊന്നുപോലും നേടാനായിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂൺ 22-ന് ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിലൂടെ തെഹ്റാന്റെ ആണവ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾക്ക് യാതൊരു കേടുപാടുകളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് CNN വാർത്ത പുറത്തുവിട്ടത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന് ആകെ സാധിച്ചത് ഇറാന്റെ ആണവ പദ്ധതികളെ കുറച്ച് മാസത്തേക്ക് വൈകിപ്പിക്കാൻ മാത്രമാണെന്നും പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ മന്ത്രി പീറ്റ് ഹെഗ്സെത്തും അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ ശേഷിയെ പൂർണ്ണമായി നശിപ്പിച്ചു എന്നായിരുന്നു. എന്നാൽ അതിന് നേർ വിപരീതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതിനിടെ അമേരിക്കൻ സ്പേസ് ടെക്നോളജി കമ്പനിയായ മാക്സർ ടെക്നോളജീസ് ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ പ്രധാന ഗവേഷണ റിയാക്ടറുകൾ അമേരിക്കൻ സൈന്യം ആക്രമിച്ചിരുന്നില്ല എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ ചിത്രങ്ങൾ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഫലം കണ്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇനി ഭരണമാറ്റത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അതും നടപ്പായിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഭരണമാറ്റം കൂടി ലക്ഷ്യമിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ മുതിർന്ന സൈനിക നേതാക്കളെ അടക്കം ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ അതുണ്ടാക്കിയ തിരിച്ചടിയിൽ നിന്ന് ഇറാൻ അതിവേഗം കരകയറുകയും ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. ഭരണമാറ്റം നടന്നില്ല എന്ന് മാത്രമല്ല, നിരവധി എതിർപ്പുകൾ നേരിട്ടിരുന്ന ഇറാനിലെ മതഭരണകൂടത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കാൻ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം കാരണമായി എന്നും വിലയിരുത്തലുകളുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രഖ്യാപനമായിരുന്ന മിസൈൽ ശേഷി ഇല്ലാതാക്കുമെന്നതിലേക്ക് വന്നാൽ അതും നടന്നിട്ടില്ല എന്നതിന് തെളിവായിരുന്നു ജൂൺ 25-ലെ ഇറാന്റെ മിസൈൽ ആക്രമണം. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് ആക്രമണം നടത്തിയിരുന്നു. ബെർഷബ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒരു തരത്തിലും ലക്ഷ്യം കാണാനാകാതെ ഇസ്രായേലിന് തോറ്റു മടങ്ങേണ്ടി വന്ന സംഘർഷമായിട്ടാണ് പല വിദഗ്ധരും 12 നാൾ യുദ്ധത്തെ കാണുന്നത്. ഇസ്രായേൽ ചരിത്രത്തിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കിയ സംഘർഷം കൂടിയായിരുന്നു ഇത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തെറിയുകയായിരുന്നു. ദിനേന കോടിക്കണക്കിന് രൂപയാണ് ഇസ്രായേലിന് ചെലവഴിക്കേണ്ടി വന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഹേഗിൽ നടന്ന നാറ്റോ സമ്മേളനത്തിനിടെ ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിന് സാരമായ പരിക്കുണ്ടായതായി ട്രംപ് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇറാനിൽ 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കി എന്നതിനപ്പുറം ഒന്നും നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മകളും ഇറാന്റെ കരുത്തും ലോകം തിരിച്ചറിയുകയും ചെയ്തു.